സുഭാഷിതം. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും, അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. ആൻഡ് ഹി സെഡ്, ലുക്ക്, ഐ ആം മേക്കിംഗ് നോൺ ടു യു വാട്ട് ഷാൽ ഹാപ്പൻ ഇൻ ദ ലാറ്റർ ടൈം ഓഫ് ദ ഇൻഡിഗ്നേഷൻ, ഫോർ അറ്റ് ദ അപ്പോയിന്റഡ് ടൈം ദ എൻഡ് ഷാൽ ബി. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ ദാനിയേലിനുണ്ടായ ആട്ടുകൊറ്റന്റെയും ആടിന്റെയും ദർശനത്തെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. കണ്ട ദർശനം എന്താണെന്നറിയാതെ ആലോചിച്ചിരിക്കുമ്പോൾ തന്റെ മുൻപിൽ ഒരു ദൂതൻ നിൽക്കുന്നതായി അവൻ കാണുന്നു. ഗബ്രിയേലെ, ഇവൻ ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ശബ്ദവും കേട്ടു. ഇസ്രായേൽ അനുഭവിക്കാൻ പോകുന്ന ദുഷ്ട കാലഘട്ടത്തിന്റെ അന്ത്യകാലവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നതായി ദൂതൻ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേൽ ദർശിച്ചതുപോലെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന് അത് സംഭവിച്ചു. എന്നാൽ മറ്റൊരു ഭാവിയിലേക്കുള്ള വിരൽ ചൂണ്ടലും ഇതിലുണ്ട് എന്ന് വേദപണ്ഡിതാക്കൾ പറയുന്നു. 23-ാം വാക്യത്തിൽ, എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെയും അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭാവി കാലത്ത് സംഭവിക്കുവാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ വരവിനു മുമ്പായി അധർമ്മമൂർത്തി വെളിപ്പെടുമെന്ന് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ 8-ാം അധ്യായത്തിലെ ദർശനത്തിന്റെ ഒരു ഭാഗം ചരിത്രപരമായി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വെക്കുക അല്ലെങ്കിൽ മുദ്ര വെക്കുക എന്ന് 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്കും ഇന്ന് നമുക്കും നൽകുന്ന ഒരു സുപ്രധാന മുന്നറിയിപ്പ് ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് നേരിട്ടെടുത്തിട്ടുള്ളതാണ്. മത്തായി 24:15 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിച്ചു കൊള്ളുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. പൗലോസ് അത് പറഞ്ഞിരിക്കുന്നത് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. പ്രിയമുള്ളവരെ, ആസന്ന ഭാവിയിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിനു മുമ്പായി യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നവർ കർത്താവിനോടുകൂടെ മേഘത്തിൽ എടുക്കപ്പെടും. 2 തെസ്സലോനിക്കർ 2:14 വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. പ്രിയമുള്ളവരെ, യേശുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ നമുക്ക് നൽകിയ രക്ഷ പ്രാപിക്കുന്നവർക്കാണ് ഈ അധർമ്മമൂർത്തിയുടെ വ്യാപാര ശക്തിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്നത്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ് യേശുവിന്റെ പ്രത്യക്ഷതയിൽ ചേർക്കപ്പെടുന്നത്. സുവിശേഷത്തിൽ വിശ്വസിക്കാം, അധർമ്മമൂർത്തിയുടെ വ്യാപാര ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാം. സമർപ്പിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, യേശു കർത്താവ് പാപികളായ മനുഷ്യർക്ക് വേണ്ടി ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നും അവിടുത്തെ രക്തത്തിന്റെ ഫലമായി അടിയങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ രക്ഷിച്ച് അധർമ്മമൂർത്തിയുടെ പിടിയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.